ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ബീഫ് റോസ്റ്റാണ്. അതിലേക്ക് ഞാൻ കുറച്ച് മൈക്രോഗ്രീൻസും കൂടി ചേർത്തിട്ടാണ് ഈ റോസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഹെൽത്തിയുമാണ്. ബീഫ് കഴിക്കുമ്പോൾ ബീഫ് തനിച്ച് കഴിക്കുന്നതിൻ്റെ ആ റിസ്ക് ഒരു പരിധി വരെ നമുക്ക് ഒഴിവായി കിട്ടും. മൈക്രോഗ്രെയിൻസ് അല്ലെങ്കിൽ വെജിറ്റബിളൊക്കെ ആഡ് ചെയ്താണ് ബീഫ് ഉണ്ടാക്കി കഴിക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് വേണ്ട സാധനങ്ങളായിട്ട് ഞാനിവിടെ 1/2 കിലോ ഇറച്ചിയാണ് എടുത്തിരിക്കുന്നത്. ബീഫ് ഇത് ക്രഷ് ചെയ്തെടുക്കാനുള്ളതാണ്. പിന്നെ ഒരു വലിയ സവാള വേണം, പിന്നെ ഒരു മീഡിയം തക്കാളി വേണം, പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി വേണം, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ 2 പച്ചമുളക്. ഇത്രയും സാധനങ്ങൾ വേണം. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ മൈക്രോഗ്രീൻസ് വേണം. ഇത് എനിക്ക് കുറച്ചേ ഉണ്ടായുള്ളൂ. ഞാൻ നേരത്തെ എടുത്തു പോയതുകൊണ്ട് നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചുകൂടി കൂടുതലായിട്ട് എടുക്കുക. പാനിൽ ഞാൻ എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് മിൻസ് ചെയ്ത ഈ ഇറച്ചി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. തീരെ പൊടി പോലെ ആകണ്ട, ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വലുതും ചെറുതുമായിട്ടുള്ള രീതിയിൽ മിൻസ് ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉണ്ടോ, ഇതുപോലെ ആകണം. വെള്ളമൊക്കെ ഉണ്ട്. ഇനി നമുക്കിത് കവർ ചെയ്ത് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നത് വരെ കുക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ വേറൊരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കോക്കനട്ട് ഓയിലാണ് കേട്ടോ ഇതിൽ ഉപയോഗിക്കേണ്ടത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ ചേർത്ത് കൊടുക്കാം. വളരെ ലോ ഫ്ലെയിമിൽ വേണം ഇത് കുക്ക് ചെയ്യാനായിട്ട് കേട്ടോ. ഈ പൊടികളൊക്കെ അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇപ്പോൾ 1 ടീസ്പൂൺ കോറിയാണ്ടർ പൗഡറാണ് ചേർത്തത്. നിങ്ങൾക്ക് കൂടുതൽ ഈ മസാല പൗഡറുകൾ ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഇപ്പോൾ ഏകദേശം ഇത് പച്ചക്കുത്തൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഗാർലിക്ക് ചതച്ചതാണ് കേട്ടോ, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഗാർലിക്ക് നന്നായിട്ട് മൂക്കുമ്പോൾ ഒരു മണം വരില്ല. കൂടുതലും മുരിയണ്ട. ആ ഗാർലിക്ക് ചൂടാവുന്ന മണം വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് ചതച്ച് വെച്ചിരിക്കുന്നത് തന്നെ ജിഞ്ചർ ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് വഴറ്റുക. എന്നിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാളയിലേക്ക് വേണ്ട ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് ഈ സവാള ഒന്ന് നന്നായിട്ട് വഴറ്റണം. ഉപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇപ്പോൾ ഈ സവാള വാടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രീൻ ചില്ലി വളരെ നേരിയതായിട്ട് സ്ലൈസ് ചെയ്താണ്, അതും കൂടി ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുക്കാവുന്നത് വരെ ഒരു 2 മിനിറ്റ് സോട്ട് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, കുരുമുളക് ക്രഷ് ചെയ്തതാണ് കേട്ടോ, തീരെ പൗഡർ പോലെ ആവണ്ട, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതേ മസാലപ്പൊടികളും ഈ സവാളയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് കുക്കാകണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യുക. ടൊമാറ്റോ ഒന്ന് സോഫ്റ്റായാൽ മതി. ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ബീഫ് പുഴുങ്ങി വെച്ചിരിക്കുന്ന ബീഫില്ലേ, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ബീഫും മസാലയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് കവർ ചെയ്ത് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ തക്കാളിയും എല്ലാം ഈ മസാല എല്ലാം ബീഫിൽ പിടിച്ചിട്ടുണ്ട്. ഇപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ മൈക്രോഗ്രീൻസ് ഇതുപോലെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഇത്രയും കൂടി ചേർത്താൽ കുറച്ചുകൂടി നല്ലതായിരിക്കും, കുറച്ചുകൂടി ഹെൽത്തിയും ആയിരിക്കും കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മൈക്രോഗ്രീൻസും ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടൊന്ന് കവർ ചെയ്ത് മൂടി വെച്ച് 2 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്ന് നോക്കാം. ഇപ്പോൾ എല്ലാം മൈക്രോഗ്രീൻസും എല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നിങ്ങൾക്കൊരു കുറച്ച് പഞ്ചസാര തൂവി കൊടുത്തിട്ട് മിക്സ് ചെയ്താൽ ഈ കറിക്ക് വളരെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ.
അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ബീഫ് വിത്ത് മൈക്രോഗ്രീൻസ് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റായിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ ഇത്. ചോറിനും ചപ്പാത്തിക്കും വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ സേഫായിട്ടിരിക്കുക. വീണ്ടും നല്ല റെസിപ്പിയുമായിട്ട് ഞാൻ ഉടനെ തന്നെ നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ. താങ്ക് യു.